Welcome to my today's recipe. ഇന്നത്തെ റെസിപ്പി പൊട്ടറ്റോ മസാലയുടെ റെസിപ്പിയാണ്. ഇതിന് മുന്നേ ചെയ്ത ക്യാരറ്റ് പൂരിയുടെ കൂടെ ഞാൻ സെർവ് ചെയ്ത ഭാജി റെസിപ്പിയാണിത്. ഇതിനാവശ്യമായിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് കട്ട് ചെയ്ത ശേഷം ഇതിലെ സ്റ്റാർച്ച് ഒക്കെ പോകുന്നതിന് വേണ്ടി ക്ലീൻ ചെയ്യാം. ഇനി ഇത് കുക്കറിലേക്ക് ഇടാം. കണ്ടോ, ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചു. 2 പച്ചമുളക് നടുവെ ചീന്തി വെച്ചിരിക്കുകയാണ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ 1/2 ഇഞ്ച് ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണിത്. പിന്നെ 4 മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതാണ്. സവാള 2 മീഡിയം സൈസിലുള്ളതാണ് എടുത്തത്. ഈ സവാളയിൽ 2 എണ്ണവും ഞാനിപ്പം ഈ ഒരു ഭാജി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നില്ല. 1.5 സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഇടാം. ഇതിൽ ഈ പകുതി സവാള മാറ്റി വയ്ക്കുകയാണ്. ഈ പകുതി സവാള നമുക്ക് ഇപ്പം ആവശ്യമില്ല. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കുക്കർ ക്ലോസ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നവരെ വയ്ക്കാം. ഇതിപ്പോൾ ഒരു 4 വിസിലായിട്ടുണ്ട്. ഞാൻ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പം കുക്കറിൽ 4 വിസിൽ വന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ഉരുളക്കിഴങ്ങ് മസാല ദോശയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ദോശയും കൂടി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ എയർ നന്നായിട്ട് പോയ ശേഷം ഓപ്പൺ ചെയ്യാം. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഞാനിതിലേക്ക് ഏകദേശം 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അതാണ് ഇത്രയും വെള്ളം ഉള്ളത്. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഈ ചൂടോടെ തന്നെ ഉടച്ചു കൊടുക്കാം. ഈ വെള്ളം കൂടിപ്പോയത് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കുറച്ച് പൊട്ടുകടലയും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം പൊട്ടുകടല ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉഴുന്ന് ചേർത്തു. പിന്നെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ പകുതി സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി അങ്ങനെ അധികം കരിഞ്ഞു പോകണ്ട. ഏകദേശം ഉള്ളി ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഇതിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ചു വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാനിപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് വറ്റിക്കുന്നുണ്ട്. കുറച്ചൊരു തിക്ക് ഗ്രേവിയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചെയ്താൽ മതി. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വീണ്ടും നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം.
ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ റെഡിയാക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ചൂടൊന്ന് തണിയുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും. ഉരുളക്കിഴങ്ങ് മസാല റെഡിയായി. ഇത് പൂരിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇനി മറ്റൊരു ഈസി റെസിപ്പിയുമായി വരാം. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.